നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ധാരണ വേണം. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്? നമുക്കറിയാം, ഒരു ബൾബ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ബൾബിന് ചുറ്റും പ്രകാശം കാണപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ചാർജിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ദ മോഡിഫിക്കേഷൻ മെയ്ഡ് ഓൺ ദി സറൗണ്ടിങ് സ്പേസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ചാർജ് ഓർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഈസ് നോൺ ആസ് ദി ഇലക്ട്രിക് ഫീൽഡ്. ലെറ്റ് us try to understand the electric field in a standard way. The intensity of electric field or strength of electric field is given by the expression E is equal to F by Q. F by Q. Electric field intensity at a point is the force experienced by a unit positive charge placed at that point. This test charge Q should be as small as possible. എന്തുകൊണ്ടാണ് ടെസ്റ്റ് ചാർജ് Q ചെറുതായിരിക്കണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതായിരിക്കണം എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിന്റെ പൊസിഷനെ ടെസ്റ്റ് ചാർജ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അത്രയും ചെറുതായിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിന്റെ പൊസിഷനെ നമ്മൾ വെക്കുന്ന ടെസ്റ്റ് ചാർജ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് F/Q എന്നുള്ളതില് ടെസ്റ്റ് ചാർജ് Q ഏറ്റവും ചെറുതായിരിക്കണം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റും ഡയമെൻഷൻസും? അതാണ് അടുത്തതായിട്ട് കാണാനുള്ളത്. നമ്മുടെ ഇക്വേഷൻ E = F/Q എന്നുള്ളതാണ്. അതിൽ നിന്ന് യൂണിറ്റ് പറയാൻ പറ്റും ന്യൂട്ടൺ പെർ കൂളം. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളം. Therefore, electric field is having unit Newton per coulomb. ഡയമെൻഷൻസും യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ ഇക്വേഷനിൽ നിന്ന് എഴുതാം. E = F/Q. ഫോഴ്സിന്റെ ഡയമെൻഷൻസ് m(L)T⁻². Qന്റെ ഡയമെൻഷൻസ് എഴുതാൻ Qന്റെ ഇക്വേഷൻ എഴുതാം. Q = IT. I കറന്റ് T ടൈമിൽ ഒരു കണ്ടക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ചാർജ് Q = IT എന്നുള്ളതാണ് എക്സ്പ്രഷൻ. സോ ഐയുടെ ഡയമെൻഷണൽ ഫോർമുല ക്യാപിറ്റൽ A, Tയുടെ ക്യാപിറ്റൽ T, ടൈമിന്റെ ക്യാപിറ്റൽ T. അങ്ങനെ വരുമ്പോ Qന്റെ AT. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻസ് എഴുതുമ്പോ M(L)T⁻³ T മുകളിലേക്ക് പോകുമ്പോ T⁻³ A⁻⁻1 വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷണൽ ഫോർമുല. വെക്ടർ ഇലക്ട്രിക് ഫീൽഡ് E = M(L)T⁻³ A⁻⁻1. ഇനി ഈ ന്യൂട്ടൺ പെർ കൂളം എന്നുള്ളതിന് മറ്റൊരു യൂണിറ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അത് വോൾട്ട് പെർ മീറ്റർ എന്നുള്ളതാണ്. തൽക്കാലം ന്യൂട്ടൺ പെർ കൂളം വോൾട്ട് പെർ മീറ്ററും രണ്ടും ഒന്നിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് മനസ്സിലാക്കിയിരിക്കുക. വോൾട്ട് പെർ മീറ്റർ എന്താന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് വിശദീകരിക്കേണ്ട, ഈ ചാപ്റ്ററിൽ വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു സർഫസിൽ കൂടിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മെഷർമെന്റിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ഗിവൺ സർഫസ് ഈസ് എ മെഷർ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ത്രൂ ദാറ്റ് സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഫൈ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഫൈ = സർഫസ് ഇന്റഗ്രൽ വെക്ടർ E ഡോട്ട് വെക്ടർ ds എന്നുള്ളതാണ് ഇക്വേഷൻ.
വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്. ഡോട്ട് പ്രോഡക്റ്റ് ആണ് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്. ഇതെന്താണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫ്ലക്സ് എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡ്, ടു ഫ്ലോ എന്ന് അർത്ഥം വരുന്ന ലാറ്റിൻ വേർഡാണ് ഫ്ലക്സ്. അതിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ചാർജ് ഫ്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ഫ്ലക്സ് ഫൈ എന്നുള്ളത്. ഫ്ലക്സ് ഫൈ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. What is a uniform electric field? If the electric field is uniform throughout, then that is called a uniform electric field. Let us consider the electric field in this direction, electric field vector. Direction പറയുന്നുണ്ട്. So it is electric field vector in this direction. Now we have a surface through which the electric flux has to be measured. Let this be the plane or the surface. Let us consider an elemental area on this surface. Let this be ds, elemental area. Area vector same direction la varan venditana area vector എടുക്കുന്നത്. ഇലക്ട്രിക് ഏരിയ വെക്ടർ വെക്ടർ ഡി എസ് ആണെന്ന് ഇരിക്കട്ടെ. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയ്ക്കുള്ള ആംഗിള് തീറ്റ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എലിമെന്റൽ ഏരിയ ഡി എസിൽ കൂടിയുള്ള എലിമെന്റൽ ഫ്ലക്സ് ഡി ഫൈ, കാൽക്കുലസിന്റെ ഭാഷയാണ്. ചെറിയ ഫ്ലക്സ്, ചെറിയ ഏരിയയിൽ കൂടിയുള്ള ഫ്ലക്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡി ഫൈ എന്ന് പറയുന്നത്. ഡി ഫൈ ഇസ് ഈക്വൽ ടു ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്. ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ് എന്നാണ് പറയുക. ഇതിനെ വെക്ടർ ഭാഷയിൽ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്, വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ്, and that is equal to E ds cos theta, E ds cos theta. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയയുടെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. ഒരു ഏരിയയിൽ, ഒരു പ്രത്യേക ഏരിയയിൽ കൂടിയുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണെന്ന്, ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലക്സ് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. എന്തിനാണ് കോസ് കമ്പോണന്റ് എടുക്കുന്നത്? കോസ് കമ്പോണന്റ് എടുക്കുന്നത് മാക്സിമോ മിനിമോ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ കോസ് 90 അപ്പോ 0 ആയിരിക്കും. അതായത് ഫ്ലക്സ് മിനിമം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ പാരലൽ ആയിട്ട് വരുമ്പോൾ കോസ് 0 ആയിരിക്കും. അതായത് മാക്സിമം ഫ്ലക്സ് പാസ് ചെയ്തു പോകും. കോസ് 0 1 ആണ് വാല്യൂ, മാക്സിമം പോകും. അപ്പൊ അതെങ്ങനെയായിരിക്കും വരുന്നത് നമുക്ക് നോക്കാം. ഇതാണ് പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഇതാണ് പ്ലെയിൻ, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ കൂടി മാക്സിമം കടന്നു പോവുക, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി മാക്സിമം ആവുക. അതായത് ഇതാണ് പ്ലെയിൻ എങ്കിൽ ഏരിയ വെക്ടർ ഇങ്ങോട്ടായിരിക്കും ഏരിയ വെക്ടർ വരുന്നത്. സോ ദാറ്റ് E cos theta into ds, E cos theta into ds is equal to E ds cos 0. Flux is maximum. ഇനി ഇങ്ങനെയാണ്, ഇങ്ങനെ വെക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, അതുപോലെ പ്ലെയിൻ ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെയും
ഫ്ലക്സിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഏരിയ വെക്ടർ ഇതാണ്. ഏരിയ വെക്ടർ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനും ഏരിയ വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. ഫ്ലക്സ് മിനിമം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് കോസ് കമ്പോണന്റ് എടുക്കാനുള്ള കാര്യം. ഫ്ലക്സ് മാക്സിമവും മിനിമവും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു കാൽക്കുലസിന്റെ ഭാഷയാണ് ഈ എലിമെന്റൽ ഏരിയ DS എന്നൊക്കെ എടുക്കുന്നത്. ചെറിയ ഏരിയ, ചെറിയൊരു പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് DS എടുക്കുന്നത്. ടോട്ടൽ സർഫസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ടോട്ടൽ സർഫസ് എടുക്കാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. ഫ്ലക്സ് ഫൈ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ EdS cos തീറ്റ എന്നെടുക്കുന്നത്. ടോട്ടൽ സർഫസ് എടുക്കുകയാണ്. അപ്പം ടോട്ടൽ സർഫസ് S എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ DS എടുക്കാം. ഇതുപോലുള്ള അനേകം എലിമെന്റൽ ഏരിയകൾ ചേർന്നാൽ കിട്ടുന്നതായിരിക്കും ടോട്ടൽ സർഫസ്. സോ ടോട്ടൽ സർഫസ് is equal to integral DS. So EdS cos തീറ്റ അതിനെ വെക്ടർ ഫോമിൽ പറയുമ്പോഴത്തേക്കും വെക്ടർ E ഡോട്ട് വെക്ടർ DS. ഇനി ഇതിന്റെ യൂണിറ്റും ഡയമെൻഷൻസും ആണ് പറയാനുള്ളത്. യൂണിറ്റും ഡയമെൻഷൻസും ഇലക്ട്രിക് ഫീൽഡിന്റെ പറഞ്ഞു വെച്ചത് കൊണ്ട് എളുപ്പത്തില് നമുക്ക് യൂണിറ്റും ഡയമെൻഷൻസും പറയാം. ഇലക്ട്രിക് ഫീൽഡിനെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇപ്പൊ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിന്റെ ന്യൂട്ടൺ പെർ കൂളോം എന്ന് പറഞ്ഞു. ഏരിയയുടേത് മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് ഇതായിരിക്കും ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻസ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻസ് mL(T⁻³ A⁻⁻1) അതുണ്ട്. ഇനി അതിന്റെ കൂടെ ഏരിയയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? L². ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അല്ലേ? മീറ്ററിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്, അതുകൊണ്ട് L². സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻസ് നമുക്ക് എഴുതാം mL(T⁻³ A⁻⁻1). ഇനി ഒരു L² കൂടി വരും. L² വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? L × L² എന്ന് പറയുമ്പോൾ L³. So this is the dimensional equation for electric flux. E അല്ല flux. mL³ T⁻³ A⁻⁻1. യൂണിറ്റും ഡയമെൻഷൻസും മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻസ് mL³ T⁻³ A⁻⁻1. അപ്പോൾ ഫ്ലക്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ഒരു തിയറമാണ് പഠിക്കാനുള്ളത്. അത് ഗോസസ് തിയറം. Let us see Gauss's theorem and its applications next class. Thank you.